ഇപ്പോൾ ഏത് കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ പാകത്തിനാണ് ഞാനിവിടെ സ്ക്രീനിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് പ്രഡിക്ഷൻ 170 178 സക്സസ് ആയിരിക്കുന്നു. സെക്കൻഡ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. എന്തായാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുകയില്ല. ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് മാർക്കറ്റാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിഫ്റ്റിയെക്കുറിച്ചും ഈ പേജിൽ പറഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി 24,706 മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 717 നിൽക്കുന്നു. 706 മുകളിൽ നിന്നാൽ 24,760 പോകും. ഇവിടെ പച്ച ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. 24,706 താഴെ പോയാൽ റെഡ് ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്, താഴത്തേക്ക് പോകും 24,653. അതേസമയം ഇപ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പേജ് 24,600 കോളാണ്. പുട്ടിനെ കുറിച്ചും ഈ പേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആൾക്കാർക്ക് മനസ്സിലായാലല്ലേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. 64 താഴെ പുട്ട് നിന്നാൽ ഞാൻ റെഡ് ആരോ മാർക്കാണ് കൊടുത്തിരിക്കുന്നത്, താഴത്തേക്ക് 56 പോകും. ഇപ്പോൾ 56 എത്തിക്കഴിഞ്ഞു. അപ്പോൾ 56 താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ 48. അത് ഞാനിവിടെ എഴുതാം, 48. അപ്പോൾ ഇതെല്ലാം ഒരു ട്രേഡ് അറിയില്ലാത്തൊരാൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിവിടെ കുറിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു മാത്തമാറ്റിക്സിൽ കൂടി ആയിരിക്കും എപ്പോഴും നിഫ്റ്റിയുടെ സഞ്ചാരവും. 55 എത്തി. അപ്പോൾ നിങ്ങൾക്ക് കാണാം 162 എത്തി. 150 സ്റ്റോപ്പ് ലോസിലൊക്കെ വാങ്ങിച്ചവർക്ക് ഇപ്പോൾ 12 രൂപ ലാഭം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിഫ്റ്റി കണ്ടോ, 706 മുകളിൽ 760 പോയിക്കൊണ്ടിരിക്കുകയാണ്. 720 അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ 178 സെൽ ഓർഡർ ഇട്ടിരിക്കുന്നത്. 170 കിട്ടിയാൽ നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ പറയുന്നത് എന്താണ് എന്ന് വച്ചാൽ, നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകാവുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്.